വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും അതിലെ ആഹ്ലാദത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഈ ക്യാമ്പസിൽ ഇന്നായിരിക്കുന്നത്. സർവകലാശാലയുടെ സമാപന ദിവസമായിരുന്ന കൽഹാര 2025 എന്ന പേരിൽ ഈ വർഷം നമ്മുടെ ആർട്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത് ഏകദേശം 142 അധ്യാപകരും 3000ഓളം വരുന്ന വിദ്യാർത്ഥികളും ഈ കലാലയത്തിൽ വലിയ കലാവിരുന്ന് ആസ്വദിക്കുകയും അരങ്ങേറുകയും ചെയ്യുന്നതിന്റെ ഒരു സമാപന ദിവസമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇന്ന് മലയാള സിനിമയിലെ പുത്തൻ താരോദയങ്ങൾ കോളേജിൽ എത്തിയിരിക്കുന്ന ഈ സുന്ദര അവസരത്തിൽ ഇവരെവരെയും നിങ്ങളുടെ ഓരോരുത്തരും പേരിൽ നിർമ്മല കോളേജ് മാറ്റുകളോടൊപ്പത്തേക്ക് കൃത്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മലയാള സിനിമ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ കലാലയവും അതുപോലെ തന്നെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഈ കലാലയത്തിൽ അനുഭവിക്കാനും കണ്ട് ആസ്വദിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. സിനിമയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 100 വർഷത്തെ ചരിത്രമാണ് മലയാള സിനിമയ്ക്ക് നമുക്ക് കണ്ടെത്താൻ, ലോക സിനിമയ്ക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതിൽ തന്നെ മികച്ച നിരവധി മലയാള സിനിമകൾ ലോകത്തിന് സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് ഈ മലയാള സിനിമാ മേഖലയിൽ ഒരു പുതിയ കാലഘട്ടം ആരംഭിച്ചത് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള യുവ ചെറുപ്പക്കാരായിട്ടുള്ള നടീനടന്മാരുടെയാണ് നമുക്കറിയാം. ഒരുപക്ഷെ ഈ മലയാള സിനിമയുടെ കരുത്തും ഇവർ ഓരോരുത്തരും തന്നെയാണ്. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സിനിമാ നടന്മാരും നടിമാരൊക്കെ മലയാളത്തിൽ നൽകിയ സംഭാവനകൾ, മലയാള സിനിമാ ലോകത്തിൽ നൽകിയ സംഭാവനകൾ വലുതാണ്. അവർ അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ആഹ്ലാദത്തോടെ ഇവരെ കാണുവാനും കൊണ്ടുപോകുവാനും ഏതോടൊപ്പം സമയം ചെലവഴിക്കുവാനായി ഇന്ന് ഇവിടെ നിറഞ്ഞ് ഈ നിർമ്മല എത്തിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറെ കാലമായി 10-60 വയസ്സിന് മീതിയുള്ള വിട്ടുവെച്ചപ്പെട്ട നടീനടന്മാരായിരുന്നു മലയാള സിനിമ എന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. മലയാള സിനിമ അങ്ങനെയുള്ളവരുടെ സിനിമയല്ല, ചെറു ചെറുപ്പക്കാരുടെ സിനിമയാണ് എന്ന് പുത്തൻ വൈകിട്ട് കാലഘട്ടമാണ് നമുക്ക് ആവശ്യമെന്ന് നമ്മൾ പറഞ്ഞു തരികയും പ്രചോദിപ്പിക്കുകയും ചെയ്ത നടീനടന്മാരാണ് ഇന്ന് നിർമ്മലെത്തിയിരിക്കുന്നത്. അവരുടെ പുതിയ സിനിമ റൊമാൻസ് പറയുന്ന സിനിമ ഇറങ്ങാൻ പോകുന്നു. 14-ാം തീയതി ഇറങ്ങുന്ന ഈ സിനിമ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് മലയാളികൾക്ക് ആസ്വദിക്കാനും സന്തോഷിക്കാനും അതിലേറെ ചിരിച്ച് ഉല്ലസിക്കാനുമുള്ള ഒരു സിനിമയായി മാറട്ടെ എന്ന് ഇവരുടെ സിനിമ മേഖലയിൽ ഒരു പുത്തൻ ഉദയം ഇവർക്ക് നൽകുമാറാകട്ടെ എന്ന് നിർമ്മല കോളേജിലെ ഓരോ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെ പേരിൽ ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നടീനടന്മാർക്ക് നിർമ്മലയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലെല്ലാം നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിർമ്മലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സംസ്കരിക്കുന്നു. അതെ ആ എന്തുപറ്റി
ആരാണ് കൊറിയർ മമ്മൂട്ടി പോലെ സാറിന്റെ കൂടുതലേക്ക് കിട്ടും.
Jones is on stage. ഇതൊക്കെ ഒരു അടിപൊളി ക്യാമ്പസ് ആട്ടോ. ഞാൻ ഇപ്പൊ വന്നോട്ടെ ഭയങ്കര എസ്തറ്റിക് ആയി ഫീൽ ചെയ്യുന്നത് ഇവിടെ ഈ ക്യാമ്പസ്. റൊമാൻസിന്റെ പ്രൊമോഷനാണ്. വാലന്റൈൻസ് ഡേക്ക് എന്താ പരിപാടി? ഒരു പരിപാടി മതി. എല്ലാവരും വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ സിനിമ പോയി കാണാം. ഫെബ്രുവരി 14-നാണ് ഞങ്ങൾ സിനിമ റിലീസ് ആവുന്നത്. എല്ലാവരും പോയി കാണാം. കണ്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂട്ടിക്കൊണ്ടുപോവാ. കാരണം എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പരിപാടി. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിംഗ് us here. താങ്ക് യു. അശോകൻ മലയാള സിനിമയുടെ ശൈലിയിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് വ്യത്യസ്തമായ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട്. 2017 സാബിച്ചാണ് സംവിധാനം ചെയ്ത പറവാട് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചെങ്കിലും ഭരതൻ, ജൂൺ, രോമാഞ്ചം തുടങ്ങിയ ഈ സിനിമകളുടെ ശ്രദ്ധേയനായി. സുന്ദരമായ സമ്മാനന ശൈലി, മനോഹരമായ കോമഡി കഴിവ്, സ്വാഭാവിക അഭിനയം എന്നിവയൊക്കെയാണ് അദ്ദേഹത്തെ പ്രേക്ഷക പ്രിയനാക്കിയത്. ഹലോ നമസ്കാരം. എന്നെ വളരെയധികം സന്തോഷം. റൊമാൻസ് അപ്പോ വാലന്റൈൻസ് ഡേ കപ്പിൾസിനും സിംഗിൾസിനും അപ്പോ കോളേജിൽ കൂടുതലും പ്രിൻസിപ്പളുടെ റൂമിലാണ് ഞാൻ പഠിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നടനാവ് ഗസ്റ്റായിട്ട് പോകുമ്പോൾ നേരെ പ്രിൻസിപ്പൾ റൂമിലേക്ക് പോകാം. ശരിക്കും ചെറിയൊരു ടേസ്റ്റ് കുഴപ്പമില്ല. സാധാരണ പൈനാപ്പിൾ ജ്യൂസൊക്കെ തന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, എല്ലാവരും നല്ല പടമായിരിക്കും 100% ഉറപ്പാണ്. പോയി തിയേറ്ററിൽ കാണുക. ഹാപ്പി ബർത്ത്ഡേ ഹഫീസ. ഹഫീസേ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ നമ്മുടെ ചെയർമാൻ പോണ്ടേ? ചെയർമാനെടുത്ത് പോകാൻ പറയണം. എനിക്ക് ഇത്ര നേരം ഉള്ളൂ. അങ്ങനെ പറയണ്ട. അവന്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ കളിയാക്കാൻ സംഭവം. അവനെ ഹാപ്പി ആയിട്ടിരിക്കണം പ്ലീസ്. നമ്മുടെ ചെയർമാന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം ഇങ്ങനത്തെ കോളേജിൽ വരാൻ, ഇത്രയും സ്നേഹം കിട്ടാൻ ഭയങ്കര ഓണായിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ കണ്ടോളാം. അപ്പൊ എല്ലാവരും മറക്കണ്ട, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് വന്ന് കാണുക. നല്ല പടം. Now I welcome the young talent of Malayalam industry, Matthew Thomas. He is director of the 2019 film Kumbhakari Nights. His performance received praise and has quickly became one of the rising young stars in the industry. Since then, he has appeared in several notable films including Tanneer Mathan, Joe and Joe, Neighbor and Leo.
സന്തോഷിച്ചിട്ടുണ്ട്. നിങ്ങളും കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു എനർജി പടത്തിലുണ്ട്. Thank you. Ladies and gentlemen, it's time to welcome the multifaceted talent, Shyam Mohan, who has made a mark in Malayalam cinema with his impressive performance. Please put your hands together for the talent. ഈ പറഞ്ഞ പോലെ ഭയങ്കര അടിപൊളിയാണ്. എസ്തെറ്റിക്കലി നല്ല ഭംഗിയുള്ള കോളേജാണ്. പിന്നെ അത് അമ്മയുടെ പേരിലാണ്. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായവരോട് പറയുന്നൊരു ഫീലൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര എനർജിയാണ്. ഞങ്ങൾ രാവിലെ ഈ പറഞ്ഞ പ്രൊഫഷൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ ഭയങ്കര എനർജി ഉണ്ടാവും. പിന്നെ ഉച്ച കഴിയുമ്പോഴേക്കും എനർജി ഡൗൺ ആയി പോകും. പക്ഷേ ഇന്നിപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വരുന്നത് ഈ കോളേജിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ എനർജി ഇനി എവിടെ പോയാലും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വീണ്ടും 14 പറഞ്ഞ് അലക്കുന്നില്ല. എന്തായാലും പറഞ്ഞ പോലെ 14 കാണുമെങ്കിൽ 15 പോയി കാണുക. കാണാം, ഉറപ്പായിട്ട് കാണാം. നല്ല ഈ പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണുക. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറയുക. എന്തായാലും ഓക്കെ. താങ്ക് യു സോ മച്ച്. Thank you. Sangeet Pradhan, Akka Amal Davis. ഉയർന്ന പ്രതീക്ഷയുള്ള അഭിനയമാണ്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്റെ മികച്ച പ്രകടനങ്ങളിലൂടെ ശ്രദ്ധേയനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. Sir, please. ഈ എനർജിയിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒരു പോകുന്നുണ്ട്. എത്ര പേരുണ്ടാവും നിങ്ങൾ? 3000 ഉള്ളത് ഒരു 30,000-ന്റെ ഫ്രണ്ടിലുണ്ടാവും. കാരണം എന്റെ നെഞ്ചിങ്ങനെ അവിടെ നിന്ന് നടന്നു വരുമ്പോ തുടങ്ങി ഇടിച്ചോണ്ടിരുന്നിട്ട് ഇതുവരെ ഒന്നല്ല. അത്ര എനർജി. ഇനി ഒന്നാലൊക്കെ കണ്ടപ്പോ ഏറെ നിൽക്കുന്ന പോലെ ഉണ്ട്. അവരുടെ സ്ഥലം കാണാൻ പറ്റാത്തോണ്ട് ഞാനും മഹിമയോട് പറയാറുണ്ട്. നിങ്ങളുടെ എല്ലാ ഉമ്മ അടിപൊളി വൈബാണ്. അപ്പോ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോ മാത്യു പറഞ്ഞപ്പോൾ കുറെ റെസ്പോൺസ് ചെയ്ത് മനസ്സിലായി. 14-ാം തീയതി വലിയ പരിപാടികളൊന്നുമില്ല, കൂടുതലും സിംഗിൾസ് ആണെന്ന് തോന്നുന്നു. അപ്പോ ഉറപ്പായിട്ടും റൊമാൻസ് 14-ാം തീയതി തന്നെ കണ്ടോ, 15-ാം തീയതി കൂടി കണ്ടോ. ശീലമില്ലാത്തോണ്ട് ഇപ്പൊ ഇവിടെ തുടങ്ങി ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. അന്നേരം വെച്ച് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും പണം കാണുക, 14-ാം തീയതി തന്നെ കാണുക, അടിച്ചു പൊളിച്ച് വീണ്ടും വീണ്ടും കാണുക. ഓക്കെ, അടുത്തതായി ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഈ റോസാപ്പ് റിയാൻ അടുത്തതായി ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ മലയാളം മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ അംബരീഷ് പീസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ കമന്റ്സിൽ നോർമലി വരുന്നത് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു
കുറച്ച് ഒരു മാസം ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മള് പൊതുവെ ചെറുതായിട്ടൊന്ന് അഹങ്കരിച്ചിട്ടുണ്ടോ നമ്മുടെ എനർജി കൊള്ളാൻ കണക്ക് കിഷോറെ എന്നെ അനിയനോട് ഞാൻ പറയാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല, എനിക്ക് ഇവിടെ വന്നിട്ടില്ലേ ആ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മുടെ ഉള്ളക്കാരൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഒരു അതെനിക്ക് ഇവർക്കൊക്കെ മറ്റേ 10 രൂപ എനിക്ക് സാധനമില്ല, ഞാൻ വളരെ അപ്പൊ എനിക്ക് നിങ്ങളെല്ലാരും ഭയങ്കര ഇഷ്ടമായി. ഞാൻ പ്രിൻസിപ്പാളിന്റെ ടീച്ചേഴ്സിന്റെ ഒക്കെ മുമ്പിൽ ഇപ്പോൾ ചെറിയൊരു പേടിയുണ്ടെങ്കിൽ പോലും എനിക്ക് അവര് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇത്ര എനർജി ആയിട്ടുള്ള നിങ്ങളെ നോക്കുന്ന കൊടുക്കണം കുറവാണ് അല്ലേ. എല്ലാവർക്കും നന്ദി. പടം ഫെബ്രുവരി 14 തന്നെ പോയി കാണാം. കാരണം ചുവടുപ്പാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനോ റോസാപ്പ് അറിയോ? ഞാനും ഉദ്ദേശിച്ചു ഹലോ ഹലോ. പക്ഷേ ഒന്നും കൂടി പറയാം, ഇവിടെ പറഞ്ഞതാണ് സിംഗിളായിട്ടുള്ള എല്ലാവരും പ്രപ്പോസ് ചെയ്യാൻ പ്ലാനുള്ള പെൺകുട്ടിയുമായിട്ട് റൊമാൻസിലാണ് തിയേറ്ററിൽ പോവുക. തിയേറ്ററിൽ പണം കാണുക, എല്ലാവുമ്പോൾ ഒരു പെപ്സിയോ വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പണം കഴിഞ്ഞ് സിനിമ ഓടി തുടങ്ങുമ്പോൾ അവരോട് പറയാം ഈ KGF-ലൊക്കെ വരുന്ന പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്, വെയിറ്റ് ചെയ്യുന്നവരെ പറ്റിച്ച് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആളുകളൊക്കെ ഇറങ്ങി പയ്യെ പോയി കഴിയുമ്പോൾ അവരെ പ്രപ്പോസ് ചെയ്യാം. ഓക്കെയാവും. പ്രത്യേകിച്ച് റൊമാൻസ് ഞങ്ങൾ ഇന്റർവ്യൂസിനെ കുറിച്ച് പറഞ്ഞതാണ്. റൊമാൻസ് കാണുമ്പോൾ കുറേ ചിരിക്കാനുണ്ടാവും, ലാസ്റ്റ് സീൻ വരെ ചിരിക്കാനുണ്ടാവും. ചിരിച്ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആ ആൺകുട്ടിയോട് ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ അത് പോകും. ദിനേശ് നല്ല എക്സ്പീരിയൻസ്, it was a good experience. വിജയ് സാറിനൊപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു. കാണാൻ പോയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസ് ഒരു ഫാൻ ബോയ് മൊമെന്റ് ബ്രേക്കാണ് അദ്ദേഹമൊക്കെയായിട്ട് അഭിനയിക്കുന്നത്. എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ? ഇപ്പോഴും എനിക്ക് ആക്ച്വലി ഞാൻ ഉണ്ടാക്കി ഈ കോളേജ് ഫംഗ്ഷൻ വന്നപ്പോൾ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് വിളിക്കാനുള്ളത്
വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ബാക്കിൽ നിന്ന് കാണുമായിരുന്നു ആൾക്കാർ വരുമ്പോൾ. അപ്പൊ ആ സ്ഥാനത്ത് നിന്ന് ഇവിടെ എത്തിയപ്പോൾ ഓരോ പടങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും മെച്ചപ്പെട്ടാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ സിനിമ കാണാൻ പോയ സമയത്ത് എനിക്കറിയാൻ ഞാൻ നടനാണ്. പക്ഷേ ഒരു നടനായി മമ്മൂക്ക എന്നൊരു മഹാനടനോട് അഭിനയിക്കാൻ പറ്റി. അതൊരു ഭാഗ്യമായിട്ട് അതിനെ കൂടി പറയാൻ എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞറിയിക്കാൻ കൊടുക്കുന്നത്. പാടല്ല, എനിക്ക് ബ്രേക്ക് ചെയ്യണ്ട. അതൊരു പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. ആ പൂവിരിക്കാണ് കേട്ടോ. അതാ ചോദിക്കണേ. എനിക്ക് മഹിമോനോടാണ് ചോദിക്കാനുള്ളത്. കാസർഗോഡ് ഭാഷയിൽ ആക്ച്വലി എന്താണെന്നറിയോ, കാസർഗോഡ് ഭാഷ പറഞ്ഞു പറഞ്ഞ ഞാനും ചീനും കേട്ടാണ്. ഇന്നലെ തന്നെ എല്ലാവരും എന്നോട് എനി എവിടെ പോയിട്ട് കാസർഗോഡ് ഭാഷ പറയില്ല. സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. തൽക്കാലം ഞങ്ങളുടെ ഡയറക്ടറും പറഞ്ഞ എൻ്റെ അടുത്ത് കുറച്ച് സമയത്തേക്ക് രണ്ടിലായിരുന്നു. എല്ലാവരും ജനുവരി 14 റൊമാൻസ് കാണാവേ. എല്ലാവരും പോയിട്ട് കാണും തിയേറ്ററിൽ. അയ്യോ അയ്യോ, ഫെബ്രുവരി 14. നിങ്ങളുടെ എനർജി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാണട്ടോ. ഈ പമ്മി ഇങ്ങനെ മാറ്റിക്കണ്ട. ചോദിക്കാൻ വേണം. ചേച്ചിയുടെ പാർട്ടി ലൈവായിട്ട് മഹാരാജ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാർട്ടി അവിടെ നിർമ്മല കോളേജ് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി ഒരു പാട്ട് പാടുക. ചേച്ചിയുടെ പത്താമത്തെ സൂപ്പർ. അർജുനേട്ടാ ഇവിടെ രോമാഞ്ചത്തിനാ തലയാട്ട് രോമാഞ്ചം നല്ല പണിയാണ് കിട്ടിയേക്കണേ. തലയാട്ട് ചൂടാവുന്നുണ്ടല്ലോ മൊബൈല്. എടാ കട്ട് ചെയ്ത് അങ്ങനെ മുറിച്ച് ദിവസം കഴിഞ്ഞാൽ ചൂടാവില്ല. എന്റെ ഫോൺ എടുക്കണം. നിർമ്മല കോളേജ് ഞാൻ ഷൂട്ട് ചെയ്തില്ല. റിലീസ് സിംഗിൾസ്
ഹായ് പറയാമോ? ആസിഫിക്കയുടെ ബർത്ത്ഡേ കൂടെയാണ്. ആസിഫിക്കയുടെ ഒരു അടിപൊളി പടയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി നിർമ്മല കോളേജ് യൂണിയന്റെ അമരക്കാരനായ അമർനാഥ് അനീഷിനെ ക്ഷണിക്കുന്നു. അവര് കിട്ടണേ കോമ്പാനും പ്രശ്നമൊന്നുമില്ല. അതെ ഇത് പോയാ വേറെ. ആദരണീയരായ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ജസ്റ്റിസ്, നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിശിഷ്ട അതിഥികൾ, ബഹുമാനത്തിന്റെയും അതുപോലെ തന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു വേദി കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മളേവരും പാടി പാടി ആഘോഷിച്ച് സന്തോഷിച്ച് നടന്ന കൽഹാര എന്ന നിർമ്മല കോളേജിന്റെ കലോത്സവ വേദികൾക്ക് ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ചേർന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുക. അതുകൊണ്ട് ഞാൻ വൈകാണ്ട് ആ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി മലയാള സിനിമയുടെ, മലയാളികളുടെ ഒട്ടനവധി നല്ല നല്ല സിനിമകൾ എല്ലാ വർഷവും മലയാളികൾക്ക് സമ്മാനിക്കുന്ന, ഞാൻ കൂടെ അഭിനയിച്ചുകൊണ്ട് തന്നെ എനിക്കറിയാം അദ്ദേഹത്തെ കുറിച്ച്. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സ്നേഹമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട അർജുൻ അശോകന് ഞാൻ ഈ നിർമ്മല കോളേജിന്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഉത്ഭവ യൂണിയന്റെയും പേരിൽ ഒരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഈ നന്ദി ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. പട്ടിയുടെ വില ഉള്ളതല്ലേ. ദിനേശൻ
തീർന്നില്ല, ഇനി ഞാൻ നന്ദി പറഞ്ഞോട്ടെ. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ നിർത്തിയിട്ട് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ മലയാളത്തിന്റെ, കേരളത്തിന്റെ അഭിമാനമായ, കാസർഗോഡിന്റെ അഭിമാനമായ, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ, മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒട്ടനവധി നല്ല നല്ല സിനിമകൾ തരാൻ നമ്മുടെ അഭിമാനമായ മഹിമയ്ക്കും എന്റെയും നിർമ്മല കോളേജിന്റെയും അധ്യാപകരുടെയും ഉത്ഭവത്തിന്റെയും പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി കുമ്പളങ്ങി നൈറ്റ്സിൽ കൊച്ചനുജനായി വന്ന് തണ്ണിയമത്തൻ ദിനങ്ങളിലൂടെ മലയാളികളുടെ ഏവരുടെയും മനസ്സിൽ കയറിക്കൂടിയ അതിനുശേഷം തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാറായ, ഇന്ത്യയിലെ ഏവരും അറിയപ്പെടുന്ന, എല്ലാവരും ആരാധിക്കുന്ന തമിഴകത്തിന്റെ തളപതി വിജയുടെ കൂടെ ലിയോ സിനിമയിൽ മകനെ അഭിനയിച്ച നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ മാത്യു തോമസിനും നിർമ്മല കോളേജിന്റെയും അധ്യാപകരുടെയും ഉത്ഭവ യൂണിയന്റെയും പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ഒരു എഡിറ്ററായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് അതിനുശേഷം തന്റേതായ കഴിവുകൊണ്ട് എഡിറ്ററായിട്ടും അതിനുശേഷം ഒരു നടനായിട്ടും ഒട്ടനവധി ചുരുങ്ങിയ കാലയളവിൽ ഒട്ടനവധി സിനിമകൾ ചെയ്ത മലയാളികളുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയ അവസാനം ഇറങ്ങിയ പ്രേമലു സിനിമയിൽ പോലും അമൽ ഡേവിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിനും നിർമ്മല കോളേജിന്റെയും അധ്യാപകരുടെയും ഉത്ഭവ യൂണിയന്റെയും പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എഡിറ്റിങ്ങിന്, അതുകൊണ്ട് അദ്ദേഹത്തിനൊരു കൺഗ്രാറ്റ്സ്. അടുത്തതായി ചുരുങ്ങിയ കാലം കൊണ്ട് താൻ ചെയ്ത കഥാപാത്രങ്ങൾ കൊണ്ട് വേറിട്ട് നിന്ന് എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റി ആ ഒരു കഥാപാത്രങ്ങൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ആളുകൾ സംസാരിക്കുന്നതാണ് ഒരു നടന വിജയം. അങ്ങനെ ആളുകൾ അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളും ഇറങ്ങുമ്പോഴും ആ സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവസാനമായി ഇറങ്ങിയ പ്രേമലു സിനിമയിലാണെങ്കിൽ പോലും ആ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് മലയാളികളെയും മലയാളികളും സൗത്ത് ഇന്ത്യ മൊത്തം കീഴടക്കിയ, മാത്രമല്ല ഈ കഴിഞ്ഞിടയ്ക്ക് അമരൻ സിനിമയിൽ സൂപ്പർ സ്റ്റാറായ, തമിഴിലെ സൂപ്പർ സ്റ്റാറായ ശിവകാർത്തികയിലൂടെ നല്ലൊരു കഥാപാത്രം ചെയ്ത ശ്യാം ചേട്ടനും നിർമ്മല കോളേജിന്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഉത്ഭവ യൂണിയന്റെ പേരിൽ നടന്നു. അടുത്തതായി തന്റെ കഴിവുകൾ തെളിയിക്കാൻ ചെറിയൊരു പ്ലാറ്റ്ഫോം മതി എന്ന് തെളിയിച്ച്, അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി റീല് വേണം, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, അഭിനയിക്കുന്നുണ്ട്, പക്ഷേ എന്ത് രീതിയിൽ അത് മികവുറ്റതാക്കി തീർക്കാം, ആൾക്കാരെ അതിലേക്ക് ശ്രദ്ധീകരിക്കാം എന്ന് ആലോചിച്ച് ഡാൻസും പാട്ടും എല്ലാം ഒരുമിച്ച് ചെയ്ത് അത് വ്യത്യസ്തമാക്കി തീർത്ത, ഇപ്പോ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ റോമാൻസ് സിനിമ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിനും നിർമ്മല കോളേജിന്റെയും അധ്യാപകരുടെയും ഉത്ഭവ യൂണിയന്റെയും പേരിൽ ഞാൻ വളരെ വലിയൊരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തായി ഈ ഒരു വേദിയെ ഇന്ന് ഈ പരിപാടി നടത്താൻ ഞങ്ങളെ സഹായിച്ച നിർമ്മല കോളേജിലെ പ്രിൻസിപ്പൽ ജസ്റ്റിനും വളരെ വലിയൊരു നന്ദി അധ്യാപകർക്ക്, ഉത്ഭവ യൂണിയന്റെ ഭാഗം, നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികളുടെ ഭാഗം ഞാൻ രേഖപ്പെടുത്തി. ഇന്നിവിടെ ഇവരെ എത്തിച്ച, റൊമാൻസ് ടീമിനെ എത്തിച്ച ഒസ്കൂറ എന്റർടൈൻമെന്റിന്റെ അജിഫാൻ ബ്രോയ്ക്കും അദ്ദേഹത്തിന്റെ കൂടെ വന്ന എല്ലാവർക്കും ഞാൻ നിർമ്മല കോളേജിന്റെ വകയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നന്ദി പറഞ്ഞുകൊടുക്കുന്നു. മാത്രമല്ല ഇന്നിവിടെ നീലക്കോയിൽ അടക്കമുള്ള ഒത്തിരി മീഡിയ ചാനലുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും നിർമ്മല കോളേജിന്റെ വകയും അധ്യാപകരുടെ വകയും അടുത്ത എനിക്ക് ഒരാളെ കുറിച്ച് പറയാനുണ്ട്. അതായത് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ നടക്കാൻ കാരണം നമ്മുടെ നിർമ്മല കോളേജിന്റെ യൂണിയൻ ജനറൽ സെക്രട്ടറി കാർത്തിക. അവരാണ് ഇന്നിവിടെ എത്തിക്കാൻ മെയിൻ കാരണം. ഒരു 3-3.5 ആഴ്ചയായിട്ട് അവൻ ഇവരെ കോണ്ടാക്ട് ചെയ്യും, വരണോട്ടോ 2 ആഴ്ചയ്ക്ക് മുന്നേ ഡേറ്റ് ഒക്കെ കൺഫേം ആക്കി ഡെയിലി എന്നെ രാത്രി വിളിക്കും, എടാ വരില്ലേ വരണോട്ടോ, എനിക്ക് ശരിയാവില്ല, നമ്മൾ പെട്ടെന്ന് അവിടെ എങ്ങനെയും ഏത് വിധത്തിൽ അവരെ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഡെയിലി എന്നെ വിളിച്ച് എന്റെ ഉറക്കം കളയാറുണ്ടോ. അപ്പൊ അവനും നിർമ്മല കോളേജിൽ നമ്മുടെ എല്ലാവരുടെയും വകയും ഉത്ഭവ യൂണിയന്റെ വകയും അധ്യാപകരുടെ വകയും എല്ലാവരും ഞാൻ വളരെ വലിയൊരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. പറയാനുള്ളത് നമ്മുടെ അധ്യാപകരാണ്. ഇന്നത്തെ ഒരു പരിപാടികൾ നടത്തുന്നത്
വന്നത്. അപ്പൊ അവർക്കും എന്റെയും എന്റെ യൂണിയന്റെ വക വലിയൊരു നന്ദി ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ അവസാനമായി പറയാനുള്ളത് നമ്മളോട് എല്ലാവരോടാണ് ഇന്നത്തെ ഒരു പരിപാടി ഇത്ര വലിയൊരു വിജയമാക്കി തീർത്ത നിർമ്മല കോളേജിലെ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ വലിയൊരു നന്ദി എന്റെയും എന്റെ യൂണിയന്റെയും വക ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എല്ലാവരും റോമൻ സിനിമ തിയേറ്ററിൽ പോയി ഫെബ്രുവരി 14 കാണണം. പ്രണയ ദിനത്തിൽ നമ്മളെ ചിരിപ്പിച്ച് ആഘോഷിക്കാൻ അവരെല്ലാവരും എത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരും സിനിമ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ വളരെ വലിയ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അർജുൻ ചേട്ടന് ഒരു ടോക്കൺ ഓഫ് ലവ് കൊടുത്ത് ഞാൻ വിഷ്ണുവിനെ ക്ഷണിക്കുന്നു. അപ്പൊ അടുത്തതായിട്ട് അഫ്ഗാനിസ്ഥാൻ നമുക്ക് ഒരു അടിപൊളി ഡാൻസ് ചെയ്യുന്നതാണ്. ഇതിന്റെ കൊടുക്കല് പകരം കൊടുക്കുക സ്റ്റോക്കാ അതെ അല്ല അപ്പോൾ മേടിക്കണം കൊടുക്കണം വീഡിയോ റെക്കോർഡ് ആവണം കേട്ടോ പിന്നെ പുള്ളി ഡാൻസ് കളിക്കില്ലല്ലോ ഫോട്ടോ അതേ ഉള്ളൂ തോമസാറൊക്കെ അറിഞ്ഞു
മലിതന് മോഷണമാണിത് മന്ദഭാവിയിലെ ചിന്തകളേറെ അലനിയണിയങ്ങളുടെ പോകും